ഓഫ് ഇസ്മായിൽ. ഡാബിൻ നദീതീരത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നഗരം. ഈ വശത്ത് റൊമാനിയയുടെ പ്രദേശം, അടുത്ത വശത്ത് ഉക്രൈന്റെ പ്രദേശം, ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട പോർട്ട്. ഇങ്ങനെ ഇന്റർനാഷണൽ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഉക്രൈന് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള തുറമുഖം. ഈ തുറമുഖത്തിൽ റഷ്യ ഇന്നലെ രാത്രി ഒരു സ്ട്രൈക്ക് നടത്തി. അതിന് മുൻപുള്ള ദിവസം ഒഡീസയിലും ഒരു സ്ട്രൈക്ക് നടന്നു. 2 ദിവസം തുടർന്ന് അവിടെ ആക്രമണം നടക്കുകയായിരുന്നു. ഇപ്പോ ഇതിനൊരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, തുർക്കിക്ക് സ്വന്തമായ ഒരു LPG കണ്ടെയ്നർ കപ്പൽ അത് റഷ്യൻ ഡ്രോൺ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഈ ആക്രമണം നടന്നതിന് ശേഷം ആ വശത്തുള്ള റൊമാനിയ അവരുടെ ജനങ്ങളെ ആ പ്രദേശം വിട്ട് അവർ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു വാർത്തയായി മാറിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആ ഒരു കപ്പൽ പൊട്ടിത്തെറിക്കാമെന്നുള്ള വാർത്തയാണ് വരുന്നത്. കൂടാതെ യുദ്ധക്കളത്തിൽ നിന്നും ഒരുപാട് അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. കുപ്പിയാൻസ് റീജിയൻ, ആ നദി മുറിച്ചു കടന്ന് റഷ്യ 650 ഉക്രൈൻ സൈനികരെ, എലൈറ്റ് സൈനികരെ ചുറ്റി വളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരാഴ്ചയ്ക്ക് മുൻപ് ഒരു വാർത്ത വന്നിരുന്നു. ഇന്ന് വരെയും ആ ഒരു എൻസർക്കിൾ ഉക്രൈനെ കൊണ്ട് ബ്രീച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വളരെ വലിയൊരു ഉത്തരവ് ഇൻഫാൻട്രി ഗ്രൂപ്പ്സിന് നൽകിയിട്ടുണ്ട്. എങ്ങനെയും ആ ഒരു ഡിഫൻസ് ലൈൻ തകർത്ത് അകത്തുള്ള സൈനികരെ രക്ഷപ്പെടുത്തണം എന്ന്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. MR ഓറിയന്റ്, തുർക്കിയുടെ വളരെ പ്രധാനപ്പെട്ട, ഇത് കൂടുതലായും കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്നത് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ടാങ്കർ ഫ്ലീറ്റിലെ കപ്പലാണ്. അടുത്തിടെ അമേരിക്കയുമായി ഉക്രൈൻ ഒരു പ്രധാനപ്പെട്ട എനർജി കരാർ നടത്തി. അതനുസരിച്ച് LPG, LNG പോലുള്ള ഗ്യാസ് പ്രോഡക്ട്സ്, വാതക വസ്തുക്കൾ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുക എന്ന തീരുമാനത്തിൽ വന്നിരുന്നു. ഏകദേശം അമേരിക്ക പോലും ഒരുപാടിടങ്ങളിൽ ഇൻഡയറക്റ്റായി റഷ്യയുടെ ഗ്യാസ് ഇവർക്ക് മാറ്റിവിടുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ പക്കൽ നിന്നും വരുന്ന ഈ ഗ്യാസ് ഈ കപ്പലുകൾ വഴിയാണ് ഉക്രൈനിലേക്ക് വരേണ്ടത്. ഇത് വളരെ കോസ്റ്റും അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടോപ്പിക്കാണ്. ഇങ്ങനെ അവർക്ക് ഗ്യാസ് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട കപ്പലാണ് ഈ MR ഓറിയന്റ് എന്ന കപ്പൽ. ഉക്രൈന്റെ ഡാബിൻ നദിക്കരയിലുള്ള ഈ ഒരു ഇസ്മായിൽ പോർട്ടിൽ ഇത് ഡീലോഡിംഗ് ഫംഗ്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള ഗ്യാസ് താഴെയുള്ള സ്റ്റോറേജ് ടാങ്ക്സിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്രമണം അവിടെ സംഭവിച്ചു. ഒഡീസയിൽ നടത്തിയ ആക്രമണത്തിൽ 2 ചെറിയ കപ്പലുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും പറഞ്ഞു. റഷ്യ ചെയ്യുന്ന ആക്രമണത്തിൽ കൂടുതലായും ഈ ബ്ലാക്ക് സീ നദിയുമായി ചേരുന്ന സ്ഥലത്ത് ആക്രമണങ്ങൾ കൂടുതലായും നടത്താറില്ല. കാരണങ്ങൾ, റൊമാനിയയ്ക്കുള്ളിൽ ഇടയ്ക്കിടെ റഷ്യൻ ഡ്രോണുകൾ നുഴഞ്ഞു കയറുന്നുണ്ട്. ആ രാജ്യത്തിനുള്ളിലേക്ക് റഷ്യൻ ഡ്രോണുകളുടെ പ്രവർത്തനം കൂടുതലാണ്. എപ്പോൾ വേണമെങ്കിലും നാറ്റോ പ്രശ്നത്തെ റൊമാനിയയ്ക്കുള്ളിലേക്ക് വലിച്ചിടും എന്നൊക്കെ അവർ റഷ്യയ്ക്ക് നേരെ ഒരു കുറ്റാരോപണം നടത്തിയതിനു ശേഷം ഇന്ന് വരെയും കൂടുതലായും ഏതൊരു വയലേഷൻസും അവിടെ സംഭവിച്ചിട്ടില്ല. റഷ്യ ആ ഒരു പ്രശ്നം അവിടെ കുറച്ചു. എന്നാൽ ഈ ഒരു ടാങ്കർ കപ്പൽ അവിടെ വന്നതുകൊണ്ട് 4 ഡ്രോണുകൾ ഈ ഒരു കപ്പലിനെ മാത്രം ലക്ഷ്യം വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. ഈ ടാങ്കർ കപ്പലിൽ ഒരു ചെറിയ തീ വിപത്തും അവിടെ സംഭവിച്ചു. ഈ ഒരു തീപിടുത്തം അവർക്ക് അണയ്ക്കാനും സാധിച്ചിട്ടില്ല. ഇതിന്റെ ഈ ഔട്ട്ലെറ്റ് ടെർമിനൽ ഉണ്ടല്ലോ, അവിടെ ഏകദേശം 18 മുതൽ 23 പോട്ടോളം, മിനിമം ആ ഒരു കപ്പലിന്റെ സൈസ് അനുസരിച്ച് ഇത്രത്തോളം ഒക്കെ അവിടെ ഉണ്ടാകും. ഇതുവഴിയാണ് ഇവരുടെ ലോഡിംഗ് അൺലോഡിംഗ് എല്ലാം ചെയ്യുന്നത്. ഇതിലെ 4 ടെർമിനൽസ് അവിടെ ബാധിക്കപ്പെട്ടു. ഒരു ടെർമിനൽ തീപിടിക്കാനും തുടങ്ങി. തീപിടിക്കാൻ തുടങ്ങിയ ഉടൻ തന്നെ അവിടെയുള്ള എല്ലാ വ്യക്തികൾക്കും ഭയമായി. കാരണം അതിൽ 4000 ടണ്ണിലധികം LPG ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇവർ അൺലോഡ് ചെയ്തത് ഒരു 5-10% മാത്രമേ ഉണ്ടാവൂ. ബാക്കിയുള്ള അത്രയേറെ LPGയും ആ കപ്പൽ തന്നെ ഉണ്ട്. ഇതാണ് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇപ്പോൾ ഉക്രൈൻ ആ പ്രദേശത്ത് ഇവാക്യുവേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കപ്പലിലുണ്ടായിരുന്ന തൊഴിലാളികളെല്ലാം പുറത്ത് സുരക്ഷിതമായി കൊണ്ടുപോയി. അടുത്ത് റൊമാനിയ നോക്കിയാൽ ആറിന്റെ മറുവശത്ത് വളരെ അടുത്തുള്ളത് തുൾസി എന്നൊരു ചെറിയ ഗ്രാമമാണ്. അവിടെ ഏകദേശം ഒരു 1500 പേരോളം താമസിക്കുന്നുണ്ട്. ഈ ഒരു കപ്പൽ പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഭയത്തിൽ അവിടെയുള്ള അത്ര പേരെയും ഒഴിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ മണിക്കൂറുകളായി ശ്രമിച്ചിട്ടും ഇപ്പോഴും ആ ഒരു തീ അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവസാനമായി വന്ന വാർത്ത അനുസരിച്ചും അവർ ഇപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീയണയ്ക്കുന്ന കപ്പലുകൾ ഒരുപാട് വന്നിട്ടും അവരെ കൊണ്ട് അത് അണയ്ക്കാനേ കഴിയുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ആ കപ്പൽ പൊട്ടിത്തെറിക്കാം എന്നുള്ളതാണ് റിപ്പോർട്ടായി വന്നത്. കൂടാതെ തുർക്കി ഇതിനൊരു അപലപനം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് കപ്പലുകളിൽ ആക്രമണം നടത്തുന്നത് റഷ്യ കുറയ്ക്കണം. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ റഷ്യയിലേക്ക് ഏത് തരത്തിലുള്ള കപ്പലുകളും പോവുകയില്ല. റഷ്യക്ക് ഇതൊരു മോശം പേരാകും ഉണ്ടാക്കുക. മോശം പേരുണ്ടാകും ഇല്ല, അതൊക്കെ റഷ്യ നോക്കിക്കൊള്ളും. ഈ ഒരു കപ്പലിൽ കൂടുതലായും ഇതിൽ ഗ്യാസ് സംബന്ധിക്കുന്ന പ്രോഡക്ട്സ് അല്ലേ വന്നിട്ടുണ്ടാവുക.
അങ്ങനെയാണെങ്കിൽ ஆல்ரெடி ரஷ்யா வார்ன் பண்ணிருந்தாங்க, நீங்க இதெல்லாம் பண்ணக்கூடாது. அது குறிப்பா துருக்கிக்கு டைரக்டான ஒரு வார்னிங் கொடுத்திருந்தாங்க. ஏன்னா துருக்கிக்கும் ரஷ்யாவுக்கும் ரொம்ப முக்கியமான அலைன்ஸ் ஆனது இருக்கு. ஏன்னா இந்த துருக்கி ரஷ்யா விளையாடக்கூடிய லாபம் அந்த அளவுக்கு இருக்கு. ஒரு கணிசமான வருவாய் இன்னும் ரஷ்யா கிட்ட இருந்து துருக்கி வாங்கிட்டு இருக்காங்க. அப்ப நீ ஏன் மூலமா സമ്പാദിക്കற? തുർക്കിക്ക് ലഭിക്കുന്നത്. അപ്പൊ പിന്നെ എന്നിലൂടെ നിങ്ങൾ സമ്പാദിക്കുകയാണ്. എന്റെ പക്കൽ നിന്നും ഇത്രത്തോളം പണം നിങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. അതിനൊരു അല്പമെങ്കിലും വിശ്വസ്തത പാലിക്കണമല്ലോ. ഇതാണ് റഷ്യയുടെ ഒരു കുറ്റാരോപണം. സത്യത്തിൽ തുർക്കിയിൽ നിന്നും റഷ്യ അത് പ്രതീക്ഷിക്കുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. അപ്പോൾ ഈ പ്രശ്നമെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ പോകുമ്പോൾ മറുവശത്ത് നോക്കിയാൽ തുർക്കി, റഷ്യ, ഉക്രൈൻ ഈ മൂന്ന് വിഭാഗത്തിനും ഇടയിൽ വീണ്ടും ഒരു ചർച്ച നടക്കാനായി സാധ്യതയുള്ളതായി ഔദ്യോഗികമായി സെലൻസ്കിയുടെ സ്പോക്സ് പേഴ്സൺ തന്നെ അറിയിച്ചു. സത്യത്തിൽ അലാസ്ക മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കും. സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് ചെന്ന് ട്രംപിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കും. ഇങ്ങനെ എത്ര തവണ ഇത് അവസാനിപ്പിക്കേണ്ട സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉക്രൈന്റെ എയ്ഡ് ഗ്രൂപ്പിന്റെ നേതാവ് കൂടാതെ ഇവരുടെ സ്പോക്സ് പേഴ്സൺ ഇവർ രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സിലൂടെ ഒരു കാര്യം പറഞ്ഞു. ഒന്നുകിൽ റഷ്യ ഉക്രൈന് നേരെ വയ്ക്കുന്ന ഈ ഡിമാൻഡ്സ് എല്ലാം പൂർണ്ണമായും അൺനെഗോഷിയേറ്റബിൾ ആണ്. അൺനെഗോഷിയേറ്റബിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ റഷ്യ ഒഫൻസീവ് ചെയ്യുകയാണ്. ഒഫൻസീവ് ആരായിരിക്കും ചെയ്യുക? യുദ്ധക്കളത്തിൽ ആരുടെ കൈയാണോ പൊങ്ങി നിൽക്കുന്നത് അവരായിരിക്കും ഒഫൻസീവ് ചെയ്യുക, എതിർത്തടിക്കും. അങ്ങനെയുള്ളപ്പോൾ ഉക്രൈൻ ഇപ്പോൾ ഡിഫൻസീവ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ലിറ്ററലി ഉക്രൈനെ കൊണ്ട് അവിടെ ഹോൾഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. റഷ്യക്കാരെ എതിർത്തടിക്കാൻ, തിരിച്ചടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു കമ്പാരിസണിലൂടെ തന്നെ മനസ്സിലാകും റഷ്യയാണോ യുദ്ധത്തിൽ പൊങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ഉക്രൈൻ ആണോ ഈ യുദ്ധത്തിൽ മികച്ചു നിൽക്കുന്നത് മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ ഉക്രൈൻ ഡിഫണ്ട് ചെയ്യുന്ന റേഷ്യോ എന്നത് മാസാമാസം കുറഞ്ഞുകൊണ്ടുവരികയാണ്. എന്നാൽ റഷ്യ അവിടെ എതിർത്തടിക്കുന്ന ആക്രമണം, അവരുടെ ഈ നുഴഞ്ഞു കയറി നടത്തുന്ന ആക്രമണങ്ങളെല്ലാം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഉക്രൈന് ഗിവ് അപ്പ് ചെയ്യുന്നതല്ലാതെ മറ്റു മാർഗം ഇല്ല. അതാണ് റഷ്യയും പ്രതീക്ഷിക്കുന്നത്. പുടിന്റെ ഈഗോ എന്താണെന്ന് അറിയണ്ടേ? അത് ഉക്രൈനിൽ സമാധാനമല്ല ആഗ്രഹിക്കുന്നത്, റഷ്യ ജയിച്ചതായി കാണിക്കണം. റഷ്യ ഈ 3 വർഷമായി നടത്തിക്കൊണ്ടുപോകുന്ന യുദ്ധത്തിൽ ജയിച്ചതായി ചരിത്രത്തിൽ എഴുതപ്പെടണം. ഇതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഈ 2 പേരും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതിൽ ചില സത്യങ്ങളുമുണ്ട്. നമ്മൾ സൈക്കോളജിക്കൽ വാർഫെയർ ആണ്, റഷ്യക്ക് നേരെ കുറ്റം ആരോപിക്കുന്നു. ഇതൊക്കെ ഒരു വശത്ത് മാറ്റിവെച്ചാലും പുടിൻ പോലുള്ള ഒരു നേതാവ്, റഷ്യയിലുള്ള ഒരുപാട് പേർ അദ്ദേഹത്തെ ഹീറോ ആയി കാണുകയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് സർവേയിൽ പോലും 85% ജനങ്ങൾ പുടിന് അനുകൂലമായ വാർത്തകളാണ് പുറത്തുവിട്ടത്. ഇത് റഷ്യൻ മാധ്യമങ്ങളെടുത്ത അഭിപ്രായം അല്ല. ഏതായാലും പാശ്ചാത്യ മാധ്യമങ്ങളെടുത്ത റിവ്യൂ ആയാൽ പോലും അവരുടെ റിപ്പോർട്ട്സിലൊക്കെ ഈ 15% ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നുവെന്നുണ്ടെങ്കിൽ കൂടിയും സത്യം അത് തന്നെയാണ്. കാരണം റഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം പുടിൻ എന്ന വ്യക്തി റഷ്യയുടെ ഇൻട്രസ്റ്റിനെ, റഷ്യക്കാരെ ഈ ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്നുവെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ചരിത്രം അത് പരാജയത്തിൽ അവസാനിക്കാൻ പാടില്ല. പരാജയത്തിൽ അവസാനിപ്പിക്കാനും അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ലോകത്തിലെ പല നേതാക്കളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാകും, അവർക്ക് ആ ഒരു ചരിത്രത്തിന്റെ എൻഡിങ് തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടാകും. ഹിറ്റ്ലറുടെ അവസ്ഥ എന്താണെന്നേ അറിയില്ല. വീണ്ടും ഇതുപോലുള്ള ഒരുപാട് നേതാക്കളുടെ ചരിത്രം നമുക്ക് എടുത്തു പറയാൻ കഴിയും. അവർക്ക് പ്രോപ്പറായ ഒരു എൻഡിങ് നൽകിയിട്ടുണ്ടാവുകയില്ല. കാരണം അവരുടെ എൻഡിങ് മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു പുതിയ ചരിത്രമായി തന്നെ മാറും. അങ്ങനെയുള്ളപ്പോൾ പുടിൻ എന്ന ഈ ഒരു നേതാവിന് എങ്ങനെയെങ്കിലും അവിടെ ഒരു വിജയം നൽകേണ്ടത് അദ്ദേഹത്തിന് താഴെയുള്ള സൈനികരുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി തന്നെ മാറിയിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് പ്രാക്ടിക്കലി എല്ലാ ബാറ്റിൽ ഫീൽഡിലും കണ്ടിട്ടുണ്ട്. സെപ്റ്റംബർ മാസം, ഒക്ടോബർ മാസം, നവംബർ, ഈ 3 മാസം, നവംബർ നമുക്ക് മാറ്റാം, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 2 മാസത്തിൽ മാത്രം റഷ്യയുടെ ഒഫൻസീവ് ചെയ്യുന്ന റേഷ്യോ, മഞ്ഞുകാലം അപ്പോൾ ആരംഭിച്ചു, ഇപ്പോൾ അത് പീക്കിൽ പോവുകയാണ്. ഈ 2 മാസത്തെ ഡാറ്റ എടുത്ത് നോക്കിയാൽ തന്നെ ശരാശരി ഒരു ദിവസത്തിൽ 130 മുതൽ 140 സ്ക്വയർ കിലോമീറ്റർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ഫ്രണ്ട് ലൈനും ഓരോ സ്ഥലത്തും മുന്നേറുന്നു എന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും കുറഞ്ഞത് 2-3 ഗ്രാമങ്ങൾ വീഴുന്നുണ്ട്. ഇത് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കൺഫേം ചെയ്യുന്നോ ഇല്ലയോ? ഉക്രൈന്റെ മാധ്യമങ്ങൾ, ഉക്രൈൻ വാർ ബ്ലോഗേഴ്സ് തന്നെ ഇത് കൺഫേം ചെയ്യുകയാണ്. വിത്ത് മാപ്പോട് കൂടി കൺഫേം ചെയ്യുന്നുണ്ട്. കാരണം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഉക്രൈനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാനേ സാധിക്കുന്നില്ല. അവരുടെ പക്കൽ മാൻ പവർ ഷോർട്ടേജ് ഉണ്ട്. കൂടാതെ ഉക്രൈന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരുപാട് സൈനികർ തയ്യാറുമല്ല. ഇപ്പോൾ ഈ കുപ്പിയാൻ സെക്ടർ, ഞാൻ ഇതിനകം പറഞ്ഞിരുന്നു, ഈ നദി മുറിച്ചു കടന്ന് മറുകരയിലേക്ക് ചെന്ന് റഷ്യ ചുറ്റി വളഞ്ഞു എന്ന്. ഈ ഒരു ചെറിയ മാപ്പ് നോക്കുക, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ലൈറ്റ് യെല്ലോയിഷ് കളർ, അതാണ് അകത്ത്
ട്രാപ്പ് ആയിട്ടുള്ള ഉക്രൈൻ സൈനികർ വളരെ കുറഞ്ഞൊരു സ്ക്വയർ കിലോമീറ്റർ 20-25 സ്ക്വയർ കിലോമീറ്റർ ഒരാഴ്ചയ്ക്ക് മുൻപ് വന്ന വാർത്ത അനുസരിച്ച് ഇത്രയാണ്. ഇന്ന് അതിന്റെ കൃത്യം ചുറ്റളവ് എത്രയാണെന്ന് അറിയില്ല. ഈ 25 സ്ക്വയർ കിലോമീറ്ററിൽ മിനിമം 650-ലധികം ഉക്രൈൻ സൈനികർ അകപ്പെട്ട് കിടക്കുകയാണ്. അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഓടി ഒളിക്കാൻ ഇടമില്ല. നിങ്ങൾ ഒരു മുറിയിലാണുള്ളത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ഇടങ്ങളിലും ശത്രുക്കൾ ചുറ്റി വളഞ്ഞിട്ടുണ്ട്. എവിടെ നോക്കിയാലും ശത്രുക്കളാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നുകിൽ നിങ്ങൾ സറണ്ടർ ആകണം, അല്ലെങ്കിൽ സറണ്ടർ ആകാൻ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ജീവൻ ത്യജിക്കണം. ഇതാണ് ഒരേ ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ അവരെ എതിർത്ത് യുദ്ധം ചെയ്ത് ജയിക്കണം. ഈ മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ വഴിയില്ല. സറണ്ടർ ആവുക അല്ലെങ്കിൽ ജീവൻ വെടിയുക, ഇതല്ലാതെ മറ്റു ഓപ്ഷനേ ഇല്ല. പക്ഷേ റഷ്യ ഇപ്പോഴും ആ ഒരു സർക്കിൾ കുറച്ചിട്ടില്ല. റഷ്യൻ സൈന്യം നേരിടുന്ന ഒരു പ്രശ്നം, ഇവിടെ ഉക്രൈൻ സൈനികർ അത്ര പെട്ടെന്ന് സറണ്ടർ ആകാൻ തയ്യാറല്ല. അപ്പോൾ റഷ്യക്ക് നെഗോസിയേഷൻ ടേബിളിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് അവരുടെ കയ്യിലുള്ള സൈനികരുടെ എണ്ണം കൂടുതലായി കാണിക്കണം. നിങ്ങളുടെ രാജ്യത്തെ ഇത്ര ലക്ഷം സൈനികർ എൻ്റെ പക്കലുണ്ട്, ഞാൻ ചോദിക്കുന്നത് ചെയ്തു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ നൽകുകയുള്ളൂ. ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരു വലിയ വെയിറ്റ് വേണം. അപ്പോൾ റഷ്യക്ക് ഈ സൈനികരെ വെച്ച് വേണം നെഗോസിയേഷൻ ടേബിളിലേക്ക് പോകുമ്പോൾ ലേലം പേശേണ്ടത്. അതുകൊണ്ട് തന്നെ അത്രയേറെ പേരും അവർക്ക് ജീവനോടെ വേണം. അതുകൊണ്ടാണ് ഈ എൻസർക്കിൾമെന്റ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവരുടെ പൊസിഷൻസ് എങ്ങനെയാണോ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇത് സെലൻസ്കിക്കും അറിയാം. സൈനികർ ഒന്നുകിൽ നമ്മുടെ ഭാഗത്തേക്ക് വരണം, എന്തായാലും അവരുടെ വശത്തേക്ക് പോകാനും പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള പണികൾ അവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ വലിയൊരു ഉത്തരവ് ഇൻഫാൻട്രി ഗ്രൂപ്പ്സിന് നൽകിയിട്ടുണ്ട്. എങ്ങനെയും ഈ ഡിഫൻസീവ് ലൈൻസിനെ തകർക്കണം. കാരണം റഷ്യ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് ഒന്നും അവിടെ നൽകിയിട്ടില്ല. നദിക്ക് മറുകരയിൽ ചെന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു ഡിഫൻസീവ് ലൈൻസ് ഒക്കെ വളരെ വീക്ക് തന്നെയായിരിക്കും. കാരണം ഈ ടെമ്പററി ബ്രിഡ്ജ് ഒക്കെ പണിതല്ലേ അവർ അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ സപ്ലൈസ് ഒക്കെ വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. റെഡിമെയ്ഡ് ബ്രിഡ്ജസ് ഒന്നല്ല, അത് അവിടെ പഴയ ബ്രിഡ്ജസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഉക്രൈൻ അത് തകർക്കാൻ ട്രൈ ചെയ്യുകയാണ്. പക്ഷേ ഉക്രൈൻ ഇതുവരെയും അതിലൊരു വിജയം ലഭിച്ചിട്ടില്ല. റഷ്യൻ സൈനികർ എത്ര ദിവസത്തേക്ക് ഇനി കാത്തിരിക്കുമെന്നും അറിയില്ല. ഒരു പക്ഷെ ഇവർ ഈ ഡിഫൻസീവ് ലൈൻസ് തകർക്കാതെ റഷ്യ അടുത്ത തീരുമാനം എടുക്കുകയാണെങ്കിൽ അകത്തെ ട്രാപ്പായിട്ടുള്ള അത്രയേറെ സൈനികർ ഒന്നുകിൽ റഷ്യ കാരണം കൊല്ലപ്പെടും, അല്ലെങ്കിൽ പിടിക്കപ്പെടും. ഇത് ഒഴികെ മറ്റൊന്നും അവിടെ സംഭവിക്കാനുള്ള സാധ്യതയില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റഷ്യ വേഴ്സസ് ഉക്രൈൻ, ഇത് പുടിന്റെ വിജയമായി മാറുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കാലം തന്നെയാണ് മറുപടി പറയേണ്ടത്. എന്നാൽ എങ്ങനെ നോക്കിയാലും പുടിൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ശരിയാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത്രയും ദിവസം യുദ്ധത്തെ വളർത്തിക്കൊണ്ട് പോയി. ഈ യുദ്ധത്തെ കൃത്യമായി നടത്തിയില്ല. റഷ്യക്ക് പലയിടങ്ങളിൽ പരാജയം എന്നുള്ള രീതിയിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതെല്ലാം തകർക്കണമെങ്കിൽ ഉക്രൈനിൽ ഒരു സമാധാന ചർച്ച വരികയാണെങ്കിൽ അത് അവസാനിക്കില്ല. റഷ്യ വിജയിച്ചു, ഉക്രൈൻ കീഴടങ്ങി എന്ന ഒരു കാര്യം വന്നാൽ മാത്രമേ ഇതൊക്കെ ഇവിടെ സംഭവിക്കുകയുള്ളൂ. അതിനെ നോക്കിയാണ് യുദ്ധവും ഇപ്പോൾ പോകുന്നത് പോലെ തോന്നുന്നത്. നമ്മെക്കൊണ്ട് ആ ഒരു ക്ലെയിം റിജക്റ്റ് ചെയ്യാനും കഴിയില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.